ഹലോ കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയിട്ടുള്ള ദ ക്യൂൻ ഓഫ് വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്ന കിടിലൻ ഇന്തോനേഷ്യൻ ചിത്രമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. മിറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ ആരെ കല്യാണം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അവളുടെ ഭർത്താവ് മരണപ്പെടും. എന്തായിരിക്കും അതിന് പിന്നിലെ രഹസ്യം? അപ്പൊ കൂട്ടുകാര് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഒട്ടും വൈകാതെ നമുക്ക് കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പുത്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും അവളുടെ അച്ഛനെയുമാണ്. അമ്മയുടെ മരണശേഷം പുത്തിയുടെ അച്ഛനാകട്ടെ ഇപ്പൊ മറ്റൊരു കല്യാണം കഴിച്ചു. അതിലുള്ള മകളാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള മിറ. പുത്തി എന്ന് പറയുന്ന ആ പെൺകുട്ടി തന്റെ പുതിയ അമ്മയെയും അനിയത്തിയെയും പരിചയപ്പെടുന്നു. വർഷങ്ങൾ കടന്നുപോയി. മിറയുടെ കല്യാണ ദിവസമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. മ്പാവാഴ്സോ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ മിറയ്ക്ക് ഇപ്പോ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊടുക്കുന്നത്. മിറയുടെ ഇടത് തോളിന്റെ ഭാഗത്തായിട്ട് നാണയത്തിന്റെ വലുപ്പത്തിലുള്ള ഒരു ജന്മമുദ്ര നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ നമുക്ക് ഈ ഒരു കല്യാണം കൂടാം. അമ്പാവാഴ്സോ മേക്കപ്പ് ഇട്ടപ്പോ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, ഓ പെണ്ണിനെ കാണാൻ ഇപ്പൊ നല്ല ചേലുണ്ട്. ഇവരുടെ നാട്ടിലെ കല്യാണത്തിന് ഒരുപാട് പരിപാടികളുണ്ട്. ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ കടിച്ചു പൊട്ടിക്കുക പ്രത്യേക തരത്തിലുള്ള ഒരു ആചാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണത്തിന് മറ്റൊരു ആചാരം കൂടിയുണ്ട്. പെൺകുട്ടി മൊട്ട ചവിട്ടി പൊട്ടിക്കണം. അങ്ങനെ ആ ഒരു മൊട്ടയിലേക്ക് നമ്മുടെ മിറ കാൽ വെക്കുകയാണ്. മൊട്ട പൊട്ടി, പക്ഷേ അതൊരു ചീമുട്ടയായിരുന്നു. എല്ലാവരും സ്മെല്ല് കൊണ്ട് മൂക്കുപൊത്തുകയാണ്. കല്യാണത്തിന് ശേഷം ഇവരുടെ ജീവിതം എന്താവോ എന്തോ എന്നാണ് ആ കല്യാണം കൂടാനായിട്ട് വന്ന മിക്കവരും പറയുന്നത്. നമ്മുടെ മിറ കല്യാണം കഴിക്കുന്നത് അരിയോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ഈ മൊട്ട പൊട്ടിയതുകൊണ്ട് അരിയോട് ഉമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല പേടിയുണ്ട്. അത് ഉപ്പയോട് പറയുമ്പോൾ ഉപ്പ പറയുന്നുണ്ട് അത് ആ മൊട്ട കേടുവന്നോണ്ടാ, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ നടന്നു. അരിയോയുടെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഈ നാട്ടിലെ ഒരു സർവേയർ ആണ്. എല്ലാവരുടെയും കണക്കെടുക്കുക അതന്നെ. ആദ്യ രാത്രിയിൽ തന്നെ രണ്ടുപേരും അവരവരുടെ സ്വപ്നങ്ങളൊക്കെ പരസ്പരം തുറന്നു പറയുന്നു. പിന്നീട് അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം മിറ ഏറെ വൈകിയാണ് എഴുന്നേറ്റത്. മിറയ്ക്കായിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് അര്യ പോയത്. പിന്നീട് കാണിക്കുന്നത് സർവേയുടെ ഭാഗമായിട്ട് ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ അര്യോയാണ്. അവിടെ ഒരു പ്രായമായിട്ടുള്ള അപ്പാപ്പനും അമ്മാമ്മയും മാത്രമാണുള്ളത്. ആ വയസ്സായിട്ടുള്ള അപ്പാപ്പന്റെയും അമ്മാമ്മയുടെയും പേരും വിലാസവും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അമ്മാമ്മയുടെ ഡീറ്റെയിൽസ് പറയൂ അപ്പാപ്പ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളല്ലോ, എന്റെ ഭാര്യ മരിച്ചിട്ട് ഒരുപാട് നാളായി. ഇത് കേട്ട നമ്മുടെ അരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇതേ സമയം തന്നെ വീട്ടില് നമ്മുടെ മിറയാകട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടി നോക്കി സുന്ദരിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ തോളില് ഒരു കൈ വരുന്നത്. പെട്ടെന്ന് അവൾ അവളുടെ തോളിലേക്ക് നോക്കി. അപ്പൊ ആ ഒരു കൈ കാണാനുമില്ല. പെട്ടെന്ന് വീടിന് പുറത്ത് ആരോ നടക്കുന്ന ശബ്ദം കേട്ട ആരാ എന്ന് നമ്മുടെ മിറ ചോദിക്കുന്നു. അപ്പൊ തന്നെ അയാൾ പറയുന്നുണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി നിന്നാണ്. ഇതേ സമയം തന്നെ സർവേയുടെ ഭാഗമായിട്ട് മറ്റൊരു വീട്ടിലേക്ക് അരിയോ എത്തിയിരിക്കുകയാണ്. ആ ഒരു വീടിന്റെ വാതില് തുറന്നു കിടക്കുക. അകത്തേക്ക് കയറിക്കോളാനായിട്ട് അവിടുത്തെ ചേച്ചി പറഞ്ഞു. ഇവൻ അകത്തേക്ക് കയറിയപ്പോ റേഡിയോ വളരെ ഉറക്കെ വെച്ചിരിക്കുകയാണ്. അതിന്റെ സൗണ്ട് കുറയ്ക്കാനായിട്ട് അരിയോ ശ്രമിക്കുന്ന ആ സമയത്ത് തന്നെ ഒരു നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. അവളുടെ നോട്ടം തന്നെ ശരിയല്ല. അരിയോയെ മയക്കാനായിട്ട് അവൾ 18 അടവും പയറ്റുന്നുണ്ട്. മറുവശത്ത് നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മിറ വീണ്ടും പുറത്ത് ഒരാള് നടന്നു പോകുന്നത് കാണുന്നുണ്ട്. ഇയാള് പോയില്ലേ, ഇയാള് പിന്നെയും പിന്നെ എന്തിനാ അത് ചെക്ക് ചെയ്യാനായിട്ട് വരുന്നേ എന്നൊക്കെയാണ് മിറ മനസ്സിൽ ചിന്തിക്കുന്നത്. ഇതേ സമയം അരിയോ ആ ഒരു ലേഡിയുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതൊക്കെ ഫോമിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇവനെ വളയ്ക്കാനായിട്ട് ഇവന്റെ തൊടയിലൊക്കെ കയറി പിടിക്കുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? നിങ്ങളുടെ ഭാര്യയെ കാണാൻ എന്നെക്കാളും ഭംഗിയുണ്ടോ, അതോ എന്നെയാണോ കാണാൻ ഭംഗി? അരിയോ ആകെ പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം മിറ വീണ്ടും വീടിന് പുറത്തായിട്ട് ഒരാളെ കാണുകയാണ്. അങ്ങനെ ഇവൾ എന്ത് പണ്ടാരാണിതെന്ന് പറഞ്ഞിട്ട് വീടിന്റെ വാതിലൊക്കെ തുറന്ന് ആ ഒരു മീറ്ററിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ഇയാൾ ഈ ഒരു മീറ്ററൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ഇവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു സമയത്ത് അയാൾ ഒരു പ്രേതരൂപത്തില് ഇവളുടെ നേരെ അലറുകയാണ്. ഇത് കണ്ട് പേടിച്ച മിറയാകട്ടെ അകത്തേക്ക് കയറി പോകുന്നു. അവൾ അപ്പൊ തന്നെ നമ്മുടെ അരിയോയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല. അരിയോയുടെ അവസ്ഥ അതിലും പരിതാപകരമായിരുന്നു. അവന്റെ അടുത്തിരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതും ഒരു പ്രേതമായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ആരും. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഇപ്പൊ ഒരു തട്ടുകടയുടെ അടുത്തേക്ക് എത്തി. എന്തൊക്കെയാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരെത്തും പിടിയും നമ്മുടെ അരിയോയ്ക്ക് കിട്ടുന്നില്ല. രാത്രിയായിട്ടും മിറയുടെ അടുത്തേക്ക് നമ്മുടെ അരിയോ ഇതുവരെ എത്തിയിട്ടില്ല. മിറയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ്. പെട്ടെന്ന് കഥകില് ഒരു ശബ്ദം കേൾക്കുന്നു. ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജനലുണ്ടായിരുന്ന കർട്ടൻ മാറ്റിയപ്പോ ദേണ്ടടാ ഒരു കൊടും പ്രേതമായിരുന്നു അത്. ഈ ഒരു പ്രേതാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തിയിൽ കഥകില് മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പേടിച്ചരണ്ട മിറയാകട്ടെ വീട്ടിനകത്തേക്ക് തന്നെ പോകുന്നു. മറുവശത്ത് തട്ടുകടയിലുള്ള നമ്മുടെ അരിയോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ റോട്ടിലേക്ക് എത്തി. പെട്ടെന്ന് അവിടെ നിന്നും ഒരു കുതിരവണ്ടി വരുന്നു. പക്ഷെ
ആ കുതിരവണ്ടി ഓടിക്കുന്ന ആൾക്ക് തലയില്ല. പേടിച്ചോടുന്ന അരിയുടെ മുൻപിലായിട്ട് മറ്റൊരു സ്ത്രീയെ ഇപ്പൊ നമുക്ക് കാണാം. എന്തൊക്കെയോ വേഷവിധാനങ്ങളൊക്കെ അണിഞ്ഞതിനു ശേഷം പ്രത്യേക തരത്തിലുള്ള ഡാൻസ് ഒക്കെയാണ് ആ ഒരു സ്ത്രീ കളിക്കുന്നത്. തലയില്ലാത്ത മനുഷ്യനോടിക്കുന്ന ആ ഒരു കുതിരവണ്ടി തൊട്ടടുത്തേക്ക് എത്തിയിട്ടുമുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മുടെ ആര്യോയെ ആ ഒരു ഭയാനകമായിട്ടുള്ള സ്ത്രീരൂപം തീർത്തു കളയുന്നു. എന്നിട്ട് ആ തലയില്ലാത്ത മനുഷ്യനോടിക്കുന്ന കുതിരവണ്ടിയിൽ ഈ ഒരു സ്ത്രീയും കയറി പോകുന്നു. ആര്യോയുടെ മരണം കാട്ടുതീ പോലെയാണ് ആ ഒരു നാട്ടിലെങ്ങും പാട്ടായത്. മരണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മിറയെ കല്യാണം കഴിച്ചതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. നമ്മൾ ആ കല്യാണ ദിവസം തന്നെ കണ്ടതല്ലേ, ആ മുട്ടയിൽ അവൾ ചവിട്ടിയപ്പോ അതൊക്കെ ചീഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് ഹാലിളകിയിട്ടുള്ള അരിയുടെ ഉമ്മയാകട്ടെ ഇപ്പൊ നമ്മുടെ പാവം മിറയെ ആ ഒരു വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്നു. മിറയ്ക്ക് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ അവള് ഒരു ഫാക്ടറിയിൽ ജോലിക്കായിട്ട് കയറുകയും ചെയ്തു. ഈ ഒരു ഫാക്ടറിയിൽ തന്നെ മറ്റൊരു പെൺകുട്ടി ആദ്യമായിട്ട് ജോലിക്ക് വരികയാണ്. ഇതാണ് മിസ്റ്റർ അഗൂസ്, ഫാക്ടറിയുടെ ഹെഡാണ്. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഈ പുതിയ പെൺകുട്ടി പരിചയപ്പെട്ടു. നേരത്തെ നമ്മുടെ മിറ താമസിച്ചിരുന്ന ആ ഒരു നാട്ടിൽ നിന്നുമാണ് ഈ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ മിറയും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ പെൺകുട്ടി പേടിച്ച് കരയാൻ തുടങ്ങി. അവൾ ശപിക്കപ്പെട്ടവളാണ്, അവൾ അടുത്തുണ്ടെങ്കിൽ മരണം ഉറപ്പാണ് എന്ന് പറയുന്ന ആ നിമിഷം തന്നെ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന മിക്ക സ്ത്രീകളുടെ ദേഹത്തും പ്രേതം കയറുന്നു. അവരെല്ലാവരും ഒച്ചത്തിൽ നിലവിളിക്കുന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തു. അതിൽ ഒരു തടിയൻ പയ്യനുണ്ടായിരുന്നു. അവന്റെ ദേഹത്തും ഇപ്പൊ ഒരു പ്രേതം കയറിയിട്ടുണ്ട്. അവന്റെ കണ്ണുകളൊക്കെ വെളുത്ത നിറത്തിലായിട്ട് അവനും ഇപ്പോൾ ആ ഒരു ഫാക്ടറിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് മിറയെ ഫാക്ടറിയിൽ നിന്നും പുറത്താക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ മിസ്റ്റർ അഗൂസ് അതിന് തയ്യാറായില്ല. അയാൾക്ക് മിറയെ നല്ല ഇഷ്ടമായിരുന്നു. ഫാക്ടറിയിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ അഗൂസ് മിറയെ ഒരു ഹോട്ടലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഹോട്ടൽ നടത്തുന്നത് ബെന എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു. മിറയെ കണ്ടപ്പോൾ തന്നെ ബെനയ്ക്ക് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. ഇതേസമയം മിസ്റ്റർ അഗൂസ് തന്റെ ഇഷ്ടം ഇപ്പൊ മിറയോട് തുറന്നു പറയുന്നു. എനിക്കറിയാം എല്ലാവർക്കും നിന്നെ ഭയമാണ്, പക്ഷേ നീ എന്റെ ഭാര്യയാവുമോ? ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. പക്ഷെ മിറയാകട്ടെ സമ്മതമൊന്നും മൂളാതെ അവൾ താമസിക്കുന്ന ചെറിയ കോട്ടേജിലേക്ക് പോയി. പെട്ടെന്ന് കതകില് ആരോ തട്ടുന്ന ശബ്ദം. അവള് കതക് തുറന്നു നോക്കുമ്പോൾ അത് മിസ്റ്റർ അഗൂസ് ആയിരുന്നു. അദ്ദേഹം ഇവൾക്ക് വേണ്ട കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അങ്ങനെ ഈ ഒരു ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അവൾ മേശപ്പുറത്ത് വെച്ച് തുറന്നു നോക്കി. അതൊരു മനുഷ്യന്റെ ഹൃദയമായിരുന്നു. അവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ദേ മരിച്ചു പോയിട്ടുള്ള അരിയുടെ പ്രേതമാണ് അവളെ തേടി എത്തിയിരിക്കുന്നത്. അന്ന് രാത്രി തന്നെ നീ ശപിക്കപ്പെട്ടവളാണ് എന്നും പറഞ്ഞുകൊണ്ട് കോട്ടേജിന്റെ ഓണർ നമ്മുടെ മിറയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു. അതിനുശേഷം ഫാക്ടറിയിലുള്ള ക്യാൻറ്റീനിലാണ് രാത്രി അവൾ കിടന്നുറങ്ങിയത്. തൊട്ടടുത്ത ദിവസം അവൾ എഴുന്നേക്കാനായിട്ട് മറന്നുപോയി. അപ്പോഴേക്കും തൊഴിലാളികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചെറിയ കല്ലുകളൊക്കെ എടുത്തിട്ട് അവളെ നേരെ എറിയാൻ തുടങ്ങി. നീ ശപിക്കപ്പെട്ടവളാണ്, ഈ ഒരു ക്യാൻറ്റീനിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങിപ്പോ. അപ്പോഴേക്കും സുന്യോത്തോ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിയുടെ കാര്യസ്ഥൻ വന്നിട്ട് തൊഴിലാളികളൊക്കെ പിടിച്ചു നിർത്തി. മിസ്റ്റർ അഗൂസും സ്ഥലത്തേക്ക് എത്തി. മിസ്റ്റർ അഗൂസ് മിറയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇവർ ഈ പറയുന്ന പ്രേതകഥകളിലോ ഭൂതപ്രേത പിശാചിക്കളിലോ ഒന്നും തന്നെ എനിക്ക് വിശ്വാസമില്ല. നീ എന്റെ ഭാര്യയായിരിക്കെ, അതാണ് നിനക്ക് നല്ലത്. അങ്ങനെ മിസ്റ്റർ അഗൂസിനെ കല്യാണം കഴിക്കാനായിട്ട് നമ്മുടെ മിറ സമ്മതിക്കുന്നു. ഏറ്റവും കൂടുതൽ സങ്കടം നമ്മുടെ സുന്യോദോയ്ക്കാണ്. കാരണം സുന്യോദോയ്ക്ക് മിറയുടെ മേലിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഈ ഒരു കല്യാണത്തിന്റെ കാര്യം ആ ഹോട്ടൽ നടത്തുന്ന യുവാവായിട്ടുള്ള ബെനയും അറിഞ്ഞു. അന്ന് രാത്രി തന്നെ ബെനയുടെ കടയിലേക്ക് ആ നാട്ടിലെങ്ങും കണ്ട് പരിചയമില്ലാത്ത ഒരു ദമ്പതികൾ വരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് അത് നല്ലതാണെന്നും പറഞ്ഞിട്ടാണ് രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങുന്നത്. ഇതേസമയം മിസ്റ്റർ അഗൂസിന്റെ വീട്ടിലാണ് ഇപ്പൊ നമ്മുടെ മിറ ഉള്ളത്. കല്യാണ ഡ്രസ്സൊക്കെ രണ്ടുപേരും അഴിച്ചു വെക്കുന്ന തിരക്കിലാണ്. ആക്രാന്തം മൂത്ത അഗൂസ് ആകട്ടെ മിറയുടെ കയ്യിലൊക്കെ ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഇവൾക്ക് ഒരു കംഫർട്ട് തോന്നുന്നില്ല. അന്ന് രാത്രി രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുമില്ല. അങ്ങനെ അടുത്ത ദിവസം മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ മിറ. ഭർത്താവിനായിട്ട് നല്ല ഡിഷുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ ഇവളുണ്ടാക്കുന്ന മോശം ഫുഡിനെ പോലും നമ്മുടെ മിസ്റ്റർ അഗൂസ് പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. വീണ്ടും അഗൂസ് ആക്രാന്തം വന്നിട്ട് ഇവളുടെ കയ്യിൽ കയറി പിടിച്ച് ഇപ്പോ ഉമ്മ വയ്ക്കാനായിട്ട് നോക്കുമ്പോൾ മുൻ ഭർത്താവായിട്ടുള്ള അരിയുടെ പ്രേതം ജനലിന് പുറകിലായിട്ട് വരുന്നു. ഞാൻ ഇപ്പോഴും റെഡി ആയിട്ടില്ല, നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേ എന്നാണ് അഗൂസിന്റെ അടുത്ത് ഇപ്പൊ മിറ പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം മാർക്കറ്റിലേക്ക് പോവുകയാണ് മിറ. പിന്നീട് കാണിക്കുന്നത് ഒരു പെൺകുട്ടിയെയാണ്. നേരത്തെ ബെനയുടെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്ന ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, അവര് ഇവരുടെ വീട് കണ്ടാൽ തന്നെ അറിയാം നല്ല ജീവിതമാണ് നയിക്കുന്നത്. അകത്തേക്ക് കയറാനായപ്പോ തന്നെ ഈ ഒരു പെൺകുട്ടിയെ തേടിയിട്ട് നമ്മുടെ മിറ എത്തുന്നുണ്ട്. രണ്ടുപേരും സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മകള് അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. മോള് അകത്തേക്ക് പൊക്കോ എന്നാണ് ഇപ്പൊ ആ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ ഇവളുടെ അടുത്ത് നമ്മുടെ മിറ പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും സമാധാനമായിട്ട് ജീവിക്കണ്ടേ, നീയും ഞാനും തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ ആ പെൺകുട്ടിയാകട്ടെ മിറയോട് പറയുന്നത് ഒറ്റ വാക്കാണ്,
എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് ഒരു താല്പര്യവുമില്ല. അങ്ങനെ മിറ വീട്ടിലേക്ക് തിരികെ പോകുന്നു. മിസ്റ്റർ അഗൂസ് കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മിറയുടെ സൗന്ദര്യം കണ്ട് കൺട്രോൾ പോയിട്ടുള്ള മിസ്റ്റർ അഗൂസ് ആകട്ടെ അന്നത്തെ രാത്രി നമ്മുടെ മിറയുമൊത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. മിറയ്ക്കും അത് സമ്മതമായിരുന്നു. അങ്ങനെ എല്ലാം നല്ല ഭംഗിയായി നടന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ മിറ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീടിന് പുറത്ത് ഒരാൾ നടന്നു പോകുന്നുണ്ട്. പണ്ട് പോയതുപോലെ, അതായത് ഇലക്ട്രിസിറ്റി എന്നാണേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ട നമ്മുടെ മിറയ്ക്ക് നല്ല പേടിയാവാൻ തുടങ്ങി. അവളത് മനുഷ്യൻ തന്നെയാണെന്ന് ഉറപ്പാക്കാനായിട്ട് അയാൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയപ്പോൾ അയാൾ മറ്റൊരാളുടെ കൂടെ ബൈക്കിലൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. അങ്ങനെ അന്ന് മിസ്റ്റർ അഗൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഉണ്ടാക്കാനായിട്ട് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവൾ തിരികെ വീട്ടിലേക്ക് തന്നെ വന്നു. മറുവശത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് മിസ്റ്റർ അഗൂസ് ഇപ്പോൾ ഫാക്ടറിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഏതോ ഒരു അജ്ഞാത ശക്തി വന്നിട്ട് ദേ സുന്യോത്ത വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മിസ്റ്റർ അഗൂസിനെ സുന്യോത്തയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. സുന്യോത്ത ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിഫക്റ്റ് ആയിട്ടുള്ള ഒരു ഡോള് ഇപ്പൊ പുറത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ ഒരു ഷെയർ ഇപ്പൊ മിസ്റ്റർ അഗൂസിന് നൽകുന്നു. ഇതേ സമയം മിറയാകട്ടെ ഡിഷ് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല. അതുകൊണ്ട് ബനയുടെ ഹോട്ടലിലേക്ക് അവളിപ്പോ കറി വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. മിസ്റ്റർ അഗൂസ് ആകട്ടെ ഫാക്ടറിയൊക്കെ പൂട്ടിയതിനു ശേഷം അയാളുടെ ട്രക്കും എടുത്ത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ദേ ഒരു കുതിരവണ്ടി നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, അതേപോലത്തെ അത് അവിടെ നിന്ന് മാറിപ്പോയി. അതിനുശേഷം നമ്മുടെ മിസ്റ്റർ അഗൂസിന്റെ വണ്ടിയുടെ ടയർ പഞ്ചർ ആവുന്നു. ഇതൊന്നും അറിയാത്ത മിറ നമ്മുടെ അഗൂസിന് വേണ്ടിയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ പാക്ക് ചെയ്ത് വാങ്ങുന്നുണ്ട്. പാവം അഗൂസ് ഇപ്പൊ വണ്ടിയുടെ ടയറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു ഡാൻസിങ് പ്രേതം ഉണ്ടല്ലോ, അതിവന്റെ പുറകിൽ വരുന്നുണ്ട്. പാവം ചെങ്ങായി കണ്ടിട്ടില്ല. ഇതേ സമയം തന്നെ പണ്ട് സംഭവിച്ചതുപോലെ മിറയുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു. അവൾക്ക് അപ്പൊ തന്നെ സംശയം വന്നു, അന്നിങ്ങനെ ആയിരുന്നല്ലോ സംഭവിച്ചത്. ടയർ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഗൂസിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നെറ്റ് താഴെ വീണു. അത് വണ്ടിക്ക് അടിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവനത് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരാള് അവന്റെ കയ്യിൽ പിടുത്തമിട്ടു. വണ്ടിക്കടിയിലേക്ക് ഇവനെ പിടിച്ച് വലിക്കുകയാണ് ആ ഒരു കൊട്ടൂര പ്രേതം. പാവം അഗൂസിനെ ഇടിപ്പിച്ച് തീർത്ത് കളഞ്ഞു. തന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നുള്ള ഭയം നമ്മുടെ മിറയുടെ മുഖത്തുണ്ട്. ഹോട്ടലിലെ ഉടമയായിട്ടുള്ള ബനയാണ് ഇപ്പൊ മിറയെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരു വണ്ടി കിടക്കുന്നത് കണ്ട് അവരവിടെ ഇറങ്ങി നോക്കിയപ്പോ അത് നമ്മുടെ മിസ്റ്റർ അഗൂസിന്റെ വണ്ടിയായിരുന്നു. മിസ്റ്റർ അഗൂസ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിറയുടെ അടുത്ത ഭർത്താവിനെയും അവൾക്ക് നഷ്ടമായി. പിന്നീട് കാണിക്കുന്നത് നമ്മൾ മുമ്പേ കണ്ട ആ ഒരു പെൺകുട്ടിയെയും അവരുടെ മകളെയുമാണ്. രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ഭർത്താവായിട്ടുള്ള സലീമിനൊത്ത് സുഖമായിട്ട് ജീവിക്കുന്നു. മറുവശത്ത് പാവം മിറയാകട്ടെ ആ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥയാണ്. അവിടെ നിന്നും അവൾ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സുന്യോത്തോ അപ്പോ അവളോട് പറയുന്നുണ്ട്, അത് ആ ഒരു ഫാക്ടറിയിലുള്ളതാണല്ലോ, അതിങ്ങ് തന്നേക്ക് എന്നും പറഞ്ഞ് സുന്യോത്തോ ആ ഒരു ബോക്സ് പിടിച്ചു വാങ്ങി. നാട്ടിലെങ്ങും നമ്മുടെ മിറയുടെ കാര്യം പാട്ടായിട്ടുണ്ട്. ഇതറിഞ്ഞ ബനയാകട്ടെ ഇപ്പോ ആ വീട്ടിലേക്ക് പോയി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നും മിറ അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. ബനയ്ക്ക് മിറയെ നല്ല ഇഷ്ടമായിരുന്നു. അവളെ കൂടെ കൂട്ടണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. ഇതേ സമയം മിറയാകട്ടെ ഒരു വാടക വീട് അന്വേഷിച്ച് നടക്കുകയാണ്. ഒപ്പം ഒരു ജോലിയും. പലരും പല ജോലിയും കാര്യങ്ങളൊക്കെ അവൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ പകരമായിട്ട് ചോദിക്കുന്നത് അവളുടെ ശരീരമാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മിറ മാർക്കറ്റിൽ ഇരിക്കുമ്പോഴാണ് പണ്ടത്തെ ഹസ്ബൻഡായിട്ടുള്ള, അതായത് അരിയോയുടെ ഉമ്മ ഇവളെ കാണുന്നത്. അവരിവളെ കണ്ടതും പൊരിഞ്ഞ തെറി തുടങ്ങി. നിനക്ക് ഇനിയും മതിയായില്ലേ, നീ നാട്ടിലേക്ക് എന്തിനായി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗ്യത്തിന് ബന അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ രക്ഷിച്ചിട്ട് അവിടെയൊന്നും അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്റെ വീട്ടില് വലിയ സൗകര്യ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അവിടെ ഞാൻ ഉമ്മയ്ക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഒരു റൂമുണ്ട്. അവിടെ നിനക്ക് കഴിയാം. എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പിക്കാം. ബാക്കിയുള്ള ആണുങ്ങളെല്ലാവരും തന്നെ ഒരു കാമക്കണ്ണോട് കൂടിയിട്ടാണ് നമ്മുടെ മിറയെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബന അങ്ങനെ ആയിരുന്നില്ല. മിറയോട് അവൻ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ മിറ എഴുന്നേറ്റപ്പോ നല്ല മണം. ഹോട്ടലിലെ സ്പെഷ്യൽ ആയിട്ടുള്ള റെൻഡങ് എന്ന് പറയുന്ന ഡിഷ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബന. അടുക്കളയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് പല സ്ഥലത്തായിട്ട് ഇപ്പൊ നമ്മുടെ ബനയെ അവൾ കാണുന്നു. അരിയോയുടെ പ്രേതരൂപം കൂടി കണ്ടതോടുകൂടി നമ്മുടെ മിറ വീണ്ടും പേടിച്ചു വിറയ്ക്കുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് നമ്മുടെ ബന വന്നിട്ട് മിറയെ എഴുന്നേൽപ്പിച്ചു. തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഉറപ്പായും കണ്ടെത്തണമെന്ന് മിറ മനസ്സിലുറപ്പിക്കുന്നു. ബനയാകട്ടെ അവന്റെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു റെൻഡങ് എന്ന് പറയുന്ന ഡിഷിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഇവളോട് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇപ്പൊ നമ്മുടെ മിറയ്ക്ക് അവൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം മിറ നേരെ പോകുന്നത് ഉംബാവാൾസോ എന്ന് പറയുന്ന ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ വീട്ടിലേക്കാണ്. മിറയ്ക്ക് വന്ന ഈ ഒരു ശാപത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉംബാവാൾസോയ്ക്ക് അറിയാമായിരുന്നു. അത് ചെയ്തു കൊടുത്തത് ഉംബാവാൾസോ തന്നെയായിരുന്നു. അയാൾക്ക് അതിൽ ഇപ്പൊ നല്ല രീതിയിലുള്ള കുറ്റബോധവുമുണ്ട്. ശാപത്തിന്റെ പേര് ബഹു ലവിയൻ എന്ന് പറയുന്ന ഒരു ശാപമാണ്. മിറ ആരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രേതം വന്നിട്ട് അയാളെ തീർത്ത് കളയും. ആ അദൃശ്യമായിട്ടുള്ള ആത്മാവ് എപ്പോഴും മിറയുടെ കൂടെ തന്നെയുണ്ട്. ഇത് കേട്ട മിറയാകട്ടെ ഉംബാവാൾസോയോട് ചോദിച്ചു, അല്ല ഇത്രയേറെ ക്രൂരത എന്നോട് ചെയ്തത് ആരാണ്?
അത് മറ്റാരുമല്ല നിന്റെ തന്നെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള പുട്ടി. മിറയ്ക്ക് ചെറിയൊരു സംശയം മാത്രമേ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വർഷം മുമ്പാണ് അക്കാര്യങ്ങളൊക്കെ നടന്നത്. തന്റെ അനിയത്തിയുടെ ജീവിതം കോഞ്ഞാട്ടയാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇംബാവാഴ്സയെ സമീപിക്കുകയായിരുന്നു ഈ പുത്തി. അങ്ങനെ ഇംബാവാഴ്സോ പാവം മിറയുടെ നേരെ ബഹുലയൻ എന്ന് പറയുന്ന ആ ഒരു ശാപം തൊടുത്തു വിടുകയാണ്. നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇംബാവാഴ്സോ ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മിറയുടെ ഇടതു തോളിലായിട്ട് നാണയത്തിന്റെ വലിപ്പത്തിലുള്ള ആ ഒരു ജന്മമുദ്ര അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക അടയാളം ഉണ്ടെങ്കിൽ അവള് വരമ്പുവാൻ ബഹുലയ്യൻ എന്ന് അറിയപ്പെടും. പിന്നീട് എന്താണ് നടന്നതെന്ന് നമുക്കറിയാലോ. ആര്യയുടെ മരണം തന്നെ. ഇംബാവാഴ്സോയിൽ നിന്നും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ മിറയാകട്ടെ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പെട്ടെന്ന് ആരോ പുറകിൽ വന്നിട്ട് അവളുടെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. അത് മറ്റാരുമല്ല സുന്യാത്തോ എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ടവനായിരുന്നു. മിറയോട് ആക്രാന്തം മൂത്ത സുന്യാത്തോ ആകട്ടെ അവളെ പിടിച്ചു കെട്ടി ബലമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. പൊട്ടൻ അറിയില്ലല്ലോ അവനിപ്പൊ തന്നെ ചത്തുപോകുമെന്ന്. എല്ലാം കഴിഞ്ഞ് സുന്യാത്തോ പോയി. പാവം മിറയാകട്ടെ പേടിച്ച് കരയുകയാണ്. ബന ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് സുന്യാത്തോയാണ്. അവൻ വീട്ടിലേക്കെത്തി. ഏറെ നാളത്തെ തന്റെ ആഗ്രഹം നടന്ന നിർവൃതിയിലാണ് അവനിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഉമ്മ എനിക്ക് കട്ടൻ ചായ കൊണ്ടുവാ എന്നൊക്കെ പറയുന്നു. പക്ഷെ പെട്ടെന്നാണ് TV തനിയെ ഓണാവുന്നത്. മറുവശത്ത് നമ്മുടെ മിറയുടെ മുഖവും ആകെ മാറി മറിയുന്നത് നമുക്ക് കാണാം. അവളുടെ മുഖത്ത് എന്തൊക്കെയോ തരത്തിലുള്ള കറുത്ത എഴുത്തുകളൊക്കെ വരുന്നു. അവൾ ഇവിടെ നിന്ന് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ അനുഭവിക്കുന്നത് സുന്യോത്തോ ആണ്. ആ കൊടൂര പ്രേതം സുന്യോത്തോയെ തീർത്തു കളഞ്ഞു. മിറയുടെ അവസ്ഥ കണ്ട് അങ്ങോട്ടേക്ക് അപ്പോഴേക്കും ബന ഓടിയെത്തി. നിനക്ക് എന്താ പറ്റിയ? നിന്റെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ അവൻ കെട്ടിപ്പിടിക്കുന്നു. അടുത്ത ദിവസം നമ്മുടെ ബനയ്ക്ക് വായിക്കാനായിട്ട് ഒരു ലെറ്ററും എഴുതി വെച്ച് മിറ അവളുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബന ആ ഒരു വീടിന്റെ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് ഇപ്പൊ മിറയെ തേടിയിട്ട് അവനും അങ്ങോട്ടേക്ക് പോകുന്നു. മിറ ആ വീട്ടിലേക്ക് കയറുമ്പോ തന്നെ പഴയ ഓർമ്മകളൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുന്നു. അതാകെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇനി നമുക്കറിയേണ്ടത് ഒറ്റ കാര്യമാണ്. സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള പുത്തിക്ക് എന്തിനാണ് മിറയോട് ഇത്ര ദേഷ്യം? കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബന ഈ ഒരു വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് എത്തി. പക്ഷെ അവിടെ നമ്മുടെ മിറയെ കാണാനില്ല. ഇതേ സമയം തന്നെ മിറ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള പുത്തി എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, പുള്ളിക്കാരിയെയും അതിന്റെ ഭർത്താവിനെയൊക്കെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ ഒരുങ്ങി കെട്ടിയിട്ട് ഒരു ബാറിലേക്ക് പോകുന്നു. അവിടെ പുത്തിയുടെ ഭർത്താവായിട്ടുള്ള സെലീം ഉണ്ടായിരുന്നു. സെലീമിനെ വശത്താക്കിയിട്ട് അവൾ അവനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. വീട്ടിലേക്ക് എത്തിയിട്ടുള്ള സെലീമിന്റെ പാന്റിന്റെ സിബൊക്കെ ഊരിക്കിടക്കുന്നത് കണ്ട നമ്മുടെ പുത്തിക്ക് നല്ല സംശയം വരുന്നു. അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ അവിടെ നിൽക്കുന്ന മിറ. നിന്റെ ഭർത്താവ് ഉടനെ തന്നെ മരിക്കും. നീ എനിക്ക് തന്ന ശാപം ഇപ്പൊ നിനക്ക് തന്നെ വിനയായില്ലടി. ഇതേ സമയം സെലീമിനെ ആ ഒരു പ്രേതം വന്ന് തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദേഷ്യം പിടിച്ച പുത്തിയാകട്ടെ ഇപ്പൊ മിറയുമായിട്ട് ഒടുക്കത്തെ ഫൈറ്റ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഈ പുത്തി യഥാർത്ഥത്തിൽ ഒരു പാവമായിരുന്നു. സ്റ്റെപ്പ് സിസ്റ്ററായിട്ട് ഇവള് മിറ ഈ ഒരു വീട്ടിലേക്ക് വന്നതോട് കൂടിയിട്ട് പിന്നീട് ഈ ഒരു പുത്തിയോട് അവൾക്ക് ഭയങ്കര അസൂയായിരുന്നു. എപ്പോഴും പുത്തിയെ ഉപദ്രവിക്കും, പൊള്ളിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ സഹികെട്ടാണ് പുത്തി ആ ഒരു ശാപം ഇവൾക്ക് നൽകിയത്. രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് പുത്തി ഏകദേശം സാവാനായിട്ട് പോവുകയാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് അവളൊരു കാര്യം കൂടി നമ്മുടെ മിറയുടെ അടുത്ത് പറഞ്ഞു. ഈ ഒരു ശാപം ഒരിക്കലും അവസാനിക്കില്ല. ഇംബാവാഴ്സ ആണല്ലോ നിനക്ക് തന്നത്. ആ ഇംബാവാഴ്സ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അത് തുടങ്ങിയത് ആരാണോ അവര് തന്നെ വേണം അവസാനിപ്പിക്കാനായിട്ട്. പക്ഷേ ഈ ശാപം അവസാനിപ്പിക്കാനായിട്ട് ഇംബാവാഴ്സ ഇപ്പൊ ഇല്ല എന്നും പറഞ്ഞിട്ടാണ് പുത്തി മരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഇംബാവാഴ്സയെ നമ്മുടെ പുത്തി നേരത്തെ തട്ടി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരികെ ആ ഒരു പഴയ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ദേ ബന നിൽക്കുന്നു. ബനയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മിറയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു. മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു ശാപത്തിന്റെ പേടി ഇപ്പോഴും മിറയ്ക്കുണ്ട്. പക്ഷെ ബനയുടെ സ്നേഹം അവഗണിക്കാനും വയ്യ. അങ്ങനെ രണ്ടുപേരും കൂടി സ്നേഹിച്ച് ഇപ്പൊ ഒരു കടൽ തീരത്ത് ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അജ്ഞാത ശക്തി നമ്മുടെ പാവം പനയെ ആ ഒരു പൂഴിയിലൂടെയൊക്കെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്. പാവം പന ആ ഒരു കടൽ തീരത്തുള്ള പൂഴിയിൽ ഇപ്പോ താഴ്ന്നു പോയി. അവന്റെ രക്തമൊക്കെ ഇപ്പൊ പൂഴിയിലായിട്ട് നമുക്ക് കാണാനായിട്ടും സാധിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടെന്ന് അറിയാതെ മിറയാകട്ടെ അന്തം വിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. 2024 പുറത്തിറങ്ങിയിട്ടുള്ള ദ ക്യൂൻ ഓഫ് വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ചിത്രമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാനത് തിരുത്തുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.